ഏറ്റവും ഒടുവിൽ എനിക്കെതിരെ വ്യാജ പീഡന കേസ് കൊണ്ടുവരാൻ സർക്കാർ ആവശ്യപ്രകാരം ഉദ്യോഗസ്ഥ തലത്തിൽ ഗൂഢാലോചന നടത്തിയ മൂവർ IPS ഗ്യാങ്ങിലെ പ്രധാനിയായിരുന്നു ഇയാൾ. ഇയാളുടെ വിശ്വസ്തനായ ഒരു വാച്ച് ഡോഗായ പോലീസ് ഗുണ്ടയ്ക്ക് എന്നെ കായികമായി കൈകാര്യം ചെയ്യാനുള്ള കൊട്ടേഷൻ കൊടുത്തതും ഇയാളാണ്. കേസ് നിലനിൽക്കില്ല, അതിന് മെറിറ്റില്ല എന്ന് എന്നെ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ച ഇടതുപക്ഷക്കാരനായ ഒരു DYSPയെ കാസർകോട്ടേക്ക് ഇയാൾ ഇടപെട്ട് സ്ഥലം മാറ്റുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ MR അജിത് കുമാറിൻ്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് പങ്കുവെച്ച ഒരു കുറിപ്പിലെ ഒരു പാരഗ്രാഫാണ് ഞാൻ വായിച്ചത്. ഈ പാരഗ്രാഫ് ഞാൻ വായിക്കാൻ കാരണം 2025 ഓഗസ്റ്റിൽ തുടങ്ങിയ രാഹുൽ മാങ്കൂട്ടം വേട്ട, ആ രാഹുൽ മാങ്കൂട്ടം വേട്ട യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും അതൊരു രാഷ്ട്രീയ വേട്ടയായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ആ ഗൂഢാലോചന തെളിയിക്കുന്ന ഏറ്റവും വലിയ തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പുറത്തു വിടുന്നത്. മനസ്സിലായില്ലേ? കാരണം രാഹുൽ മാങ്കൂട്ടം 2023 യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാകുന്നു. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ ശേഷം കേരളത്തിൽ LDF സർക്കാരിനെതിരെ, പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള സമരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കണ്ടു കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ. അതിങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്രതീക്ഷിതമായിട്ട് പാലക്കാടിൻ്റെ MP ആയിരുന്ന ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെടുന്ന കാഴ്ച അല്ലേ? വടകരയിലെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ വിജയിച്ചു കയറുന്നു. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ പല പേരുകൾ ചർച്ചയായെങ്കിലും, സ്ഥാനാർത്ഥി പട്ടികയിൽ പല പേരുകൾ ഉണ്ടായിരുന്നെങ്കിലും അവസാനം നറുക്ക് വീണത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ 2023 സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആ നിമിഷം മുതൽ ഇങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിൻ്റെ അതിവേഗത്തിലുള്ള ശരവേഗത്തിലുള്ള വളർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനിടയിൽ പലതവണ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി നിയമിതനായ ആ ഘട്ടം മുതൽ പലതവണ പല രീതിയിലുള്ള വെട്ടിവീഴ്ത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടു. അതൊക്കെ ഇങ്ങനെ ചീറ്റിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓരോ അറ്റംപ്റ്റുകളും വെള്ളത്തിൽ വളിയിട്ട പോലെ ചീറ്റിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെയാണ് 2025 ഓഗസ്റ്റ്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ബഹളങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടം പോലെയുള്ള ഒരു തീപ്പൊരി നേതാവിനെതിരെ ലൈംഗികാരോപണം വരുന്നത്. ആ ലൈംഗികാരോപണം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നറിയില്ല. ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചവരും പരാതിയില്ല എന്ന് ആദ്യം പറഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് ചെന്ന് കണ്ട് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും പരാതിയില്ല, നിയമ നടപടിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പിന്നീട് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പരാതിയുമായി എത്തിയ ആളുകളാണെങ്കിലും, അല്ല മാധ്യമങ്ങളിലൂടെ ആരോപണങ്ങൾ ഉന്നയിച്ചവരാണെങ്കിലും ഒക്കെ രാഹുൽ മാങ്കൂട്ടം ഒരു വലിയ ക്രൂരനാണ്. അയാൾ വലിയ ലൈംഗിക വൈകൃതമുള്ളവനാണ്. അയാൾ ഒരു പ്രിവേർട്ടാണ്. അങ്ങനെ പല രീതിയിലുള്ള ചാപ്പയടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? പരാതി വന്നപ്പോൾ നമ്മൾ കണ്ടത് പരാതിയിൽ വലിയ രീതിയിലുള്ള ലൈംഗിക വൈകൃതത്തിനുടമയാണ് രാഹുൽ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിലെ ക്രൂരനാക്കുന്ന രീതിയിലുള്ള വാക്കുകളുടെ ഒരു കുത്തി നിറക്കൽ പരാതിയിൽ നമ്മൾ കണ്ടു അല്ലേ? രാഹുലിനെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ മണിക്കൂറുകൾ നീണ്ട പീഡനം. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഈ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ പീഡിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് സമയമൊക്കെ നോക്കി ഇത്ര സമയത്ത് സ്റ്റാർട്ട് ചെയ്തു എന്ന് നോക്കി വെച്ച് ഒരു പീഡനം കഴിഞ്ഞപ്പോൾ ഇത്ര സമയത്ത് അവസാനിച്ചു, 3 മണിക്കൂറും 45 മിനിറ്റും ആയി
എന്നൊക്കെ കണക്ക് കൂട്ടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പരാതിയിൽ അത്തരത്തിലാണ് ഓരോ സെൻറ്റൻസുകളും ഉപയോഗിച്ചത്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട പീഡനമെന്ന്, അതുപോലെ പീഡനത്തിലെ ഓരോ സീനുകളും ഇങ്ങനെ സീൻ ബൈ സീൻ വിവരിച്ചുകൊണ്ട് അതിലെ എന്താ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ എന്തോ രാഹുലിനെ കേൾക്കുന്നവർക്കൊക്കെ ഇവനെന്തോ ഒരു വലിയ പ്രശ്നക്കാരനാണ്, ഇവനെന്തോ വലിയ ക്രൂരനാണ് എന്ന് കേൾക്കുന്നവർ ചിന്തിക്കണം, അവരങ്ങനെ കരുതണം, അവരങ്ങനെ വിശ്വസിക്കണം, അല്ലെങ്കിൽ അവരെ അങ്ങനെ വിശ്വസിപ്പിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ ഉണ്ടാക്കിയെടുത്ത പരാതികളായിരുന്നു നമ്മൾ കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പരാതി കോടതിയിലെത്തിയപ്പോൾ 8 നിലയിൽ ചീറ്റിപ്പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് ചീറ്റാൻ ട്രയലോ വിചാരണയോ നടക്കണമെന്നല്ല. അതിനു മുൻപേ രാഹുലിനെ അറസ്റ്റ് ചെയ്തു. രാഹുലിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ പരാതികൾ ചീറ്റിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചനയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വലിയ രീതിയിൽ ക്രൂരനാക്കാനുള്ള, അയാളെ ഒരു ലൈംഗിക വൈകൃതമുള്ളവനാക്കാനുള്ള ശ്രമം പരാതിയിൽ പോലും നമ്മൾ കണ്ടു. മാത്രവുമല്ല, സ്വാഭാവികമായിട്ടും കോടതിയാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഇപ്പോൾ ഏത് പക്ഷം ചേർന്ന് പ്രവർത്തിച്ചാലും ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു കോടതിയിലെ ബന്ധപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ നിയമം അറിയുന്ന ആൾ, ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ഒരു പരാതി കാണുമ്പോൾ അയാളുടെ മനസ്സിലേക്കും അയാളുടെ കണ്ണിലും കാണുന്നത് എന്താണ്? ഇതിൻ്റെ നിയമവശം എന്താണ് എന്നുള്ളതാണ്, അല്ലേ? ഇതിൻ്റെ നിയമവശം എന്താണ് എന്നുള്ളതാണ്. ആ നിയമവശം കണ്ട ഒരു DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ്, അതായത് 3ാമത്തെ പരാതി കൊണ്ടുവന്നിട്ടാണല്ലോ രാഹുലിനെ പരാതി കൊണ്ടുവന്നു, പരാതി മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വരുന്നു, ആ പരാതി വളരെ രഹസ്യമാക്കി വെക്കുന്നു, എന്നിട്ട് ആ പരാതിയിന്മേൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നൽകുന്നു. അപ്പോൾ പിണറായി വിജയൻ നിർദ്ദേശം നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പരാതി പോലീസുകാർക്ക് കൈമാറണം. ആ പരാതി കൈമാറിയിട്ട് ആ പരാതി കണ്ട ഒരു DYSP റാങ്കിലുള്ള അല്ലെങ്കിൽ പൊസിഷനിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എന്താണ്? ഇത് കേസ് നിലനിൽക്കൂല, ഈ പരാതി യാതൊരു മെറിറ്റുമില്ലാത്ത പരാതിയാണ്, അതുകൊണ്ട് ആളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഒരു DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ. കാരണം അയാൾക്കതിൻ്റെ നിയമവശങ്ങൾ അറിയാം, യഥാർത്ഥത്തിൽ ആ പരാതിയുടെ നിയമവശം എന്താണെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് അത് പറഞ്ഞപ്പോൾ ആ മനുഷ്യനത് സമ്മതിക്കാതെ വന്നപ്പോൾ, അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിസമ്മതിച്ചപ്പോൾ ആ മനുഷ്യനെ കാസർകോട്ടേക്ക് വണ്ടി കയറ്റി വിട്ടു, ട്രാൻസ്ഫർ അടിച്ച് കയ്യിൽ കൊടുത്തു. അപ്പോൾ ഇവിടെയാണ് ഈ 2 ഘട്ടങ്ങൾ. ഒന്ന്, പരാതിക്കുള്ളിൽ പറഞ്ഞ വാക്കുകൾ, സെൻറ്റൻസുകൾ, അതിൽ രാഹുലിനെ ഒരു ക്രൂരനാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ച ശ്രമം ഒന്ന്. രണ്ടാമത്തത്, ഈ പറയുന്ന ADGP അജിത് കുമാർ, ആ അജിത് കുമാറിൻ്റെ ഇടപെടൽ കൃത്യമായിട്ട് മുകളിൽ നിന്ന് മെറിറ്റ് നോക്കണ്ട, പരാതിയുടെ നിലനിൽപ്പിനെ നോക്കണ്ട എന്ന് പറഞ്ഞാൽ യാതൊരുവിധ നിയമവശങ്ങളും നോക്കണ്ട, ഒരു പ്രൊസീജിയറും പാലിക്കേണ്ട, അവനെ അങ്ങ് തൂക്കിയെടുത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രം മതി എന്നുള്ള ഒരു അജണ്ട. അപ്പോൾ ഈ അജണ്ടകളും ഈ പരാതിയുടെ ഒരു ഫോർമേഷനും ഇത് രണ്ടും കൂടി ചേരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി വേട്ടയാടപ്പെട്ടതാണ് എന്നുള്ളതിന് ഇനി മറ്റ് തെളിവുകൾ ആവശ്യമില്ല. അപ്പോൾ ഓൾറെഡി ഈ തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ പത്തനംതിട്ട ജില്ലാ കോടതിയാണെങ്കിലും അതുപോലെ ഈ പറയുന്ന കേരളത്തിലെ ഹൈക്കോടതിയാണെങ്കിലും ചോദിച്ചത് ഓരോ പരാതികളാണ് ഓരോ ഇടത്തെത്തി. ഇപ്പോൾ ഹൈക്കോടതിയിലെത്തിയത് 1ാമത്തെ പരാതിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത 3ാമത്തെ പരാതി പത്തനംതിട്ട ജില്ലാ കോടതിയിലെത്തിയത്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഓരോന്നും 3 പരാതികൾ ഉണ്ടായിരുന്നല്ലോ. 3 പരാതികളും എത്തിയപ്പോൾ പരാതികളിലൊക്കെ ഏകദേശം പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപോലെയായിരുന്നു. എല്ലാം പീഡനം നടന്നത് ആദ്യ കൂടിക്കാഴ്ചയിൽ, അതും ക്രൂരമായ മണിക്കൂറുകൾ നീണ്ടു നിന്ന പീഡനം,
പിന്നെ ഭയങ്കര ക്രൂരതകൾ വിവരിച്ചു കൊണ്ട് തുപ്പി അടിച്ചു ചവിട്ടി കുത്തി മാന്തി കയറ്റി ഇറക്കി എന്നൊക്കെയുള്ള പല രീതിയിലുള്ള പ്രയോഗങ്ങൾ, ഇതൊക്കെ മൂന്നിലും സമാനമായിരുന്നു. ഇപ്പോൾ ഈ മൂന്നും കണ്ട 3 കോടതികൾ, 3 വ്യത്യസ്ത പരാതികൾ കണ്ട 3 വ്യത്യസ്ത കോടതികൾ ചോദിച്ചത്, ഇതിന് ശേഷവും നിങ്ങൾ രാഹുലിനെ മീറ്റ് ചെയ്തല്ലോ, അതിനുശേഷവും ഇപ്പോൾ 3ാമത്തെ പരാതിയിൽ പറയുന്ന പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ ദിവസത്തിന് ശേഷം കൃത്യം 6ാമത്തെ ദിവസം, അതായത് പീഡിപ്പിച്ചു കഴിഞ്ഞ് 6ാമത്തെ ദിവസം ഒരു വിഷുദിനമാണ്. അന്ന് വിഷു കൈനീട്ടം അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് കൊടുക്കുന്നു. മാത്രവുമല്ല, ചിലയിടങ്ങളിൽ ചില ആളുകൾ രാഹുൽ മാങ്കൂട്ടം എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് മനസ്സിലാക്കി അങ്ങോട്ട് രാഹുലിനെ സന്ദർശിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്ത ആളുകൾ പറയുന്നു ആദ്യ കൂടിക്കാഴ്ച തന്നെ പീഡനമായിരുന്നു എന്ന്. അപ്പോൾ കോടതി ചോദിച്ച്, അതെങ്ങനെ ഉൾക്കൊള്ളാനാവുന്നില്ലല്ലോ, ആദ്യ കൂടിക്കാഴ്ചയിൽ പീഡനം, പിന്നെ വിഷു കൈനീട്ടം നൽകുന്നു, ഗിഫ്റ്റ് നൽകുന്നു, രാഹുലിനെ അങ്ങോട്ട് പോയി സന്ദർശിക്കുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഒരു കല്ലുകടി കോടതിക്കും ബോധ്യമായി. അപ്പോൾ കോടതി ചോദിച്ചു, എവിടെ ഇതൊക്കെ നടന്നയിടത്ത് എവിടെ പീഡനം, എവിടെ ബലാത്സംഗം, എവിടെ ക്രൂരത, എവിടെ മർദ്ദനം, എവിടെ തുപ്പലെവിടെ, അങ്ങനെ പല ചോദ്യങ്ങളും കോടതി ചോദിക്കുകയുണ്ടായി അല്ലേ. അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞ ഗൂഢാലോചന. കൃത്യമായിട്ട് പരാതിയിലൊരു ഗൂഢാലോചന, പരാതിക്ക് പുറത്തൊരു ഗൂഢാലോചന, പരാതി ഉണ്ടായത് പോലും ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ, പരാതി നിലനിൽക്കാത്തതാണെന്ന് മനസ്സിലാക്കിയിട്ടും അവനെ അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്ത് കൊണ്ടുപോടോ എന്ന് പറഞ്ഞത് അതിനേക്കാൾ വലിയ ഗൂഢാലോചന. അപ്പം രാഹുൽ മാങ്കൂട്ടം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വേട്ടയുടെ ഇരയാണ് എന്നതിന് ഇതിനപ്പുറം മറ്റ് തെളിവുകൾ വേണ്ട എന്നുള്ളതും, ഇത് 3ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു രാഹുലിനെ വീഴ്ത്താനുള്ളത്. ഇതിനു മുൻപ് ഇതുപോലെ വ്യാജ കേസുകൾ ഉണ്ടാക്കി രാഹുലിനെ വീഴ്ത്താനുള്ള ശ്രമങ്ങൾ ചീറ്റിപ്പോയതാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുമ്പോൾ അവിടെയാണ് ഒന്നിലും വീഴ്ത്താൻ കഴിയാതിരുന്ന രാഹുലിനെ അവസാനം പെണ്ണ് കേസിൽ പെടുത്തിയതാണ് എന്നുള്ള വാദം 100% ശരിയായി മാറുന്നത് എന്നുള്ളതാണ്.